നമുക്കിനി ക്ലാസ് എ, അതായത് those anions who give identifiable gases with dilute acids, അതിൻ്റെ നമുക്ക് പഠിക്കാനുള്ള രണ്ടെണ്ണമാണ് കാർബണേറ്റ്സും സൾഫൈഡ്സും. അതിൻ്റെ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ സംശയിക്കേണ്ട, SULFIDES എന്നാണ് എഴുതിയിരിക്കുന്നത് സൾഫൈഡ്. നിങ്ങൾ SULPHIDES എന്ന് എഴുതാറുണ്ട്. രണ്ടും ശരിയാണ്. PH എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും എഫ് ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഇംഗ്ലീഷുമാണ്. ഇപ്പോഴത്തെ എല്ലാ ടെക്സ്റ്റ് ബുക്കുകളിലും FIDES എന്ന് കാണുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ റിയാക്ഷൻസ് ഓഫ് കാർബണേറ്റ്സ് നോക്കാം. ആദ്യത്തെ റിയാക്ഷൻ നമുക്കറിയാം, ഡൈല്യൂട്ട് ആസിഡ് വെച്ചുള്ള റിയാക്ഷനാണ് വിത്ത് ഡൈല്യൂട്ട് HCl. What happens when carbonates react with dilute HCl? They decompose with effervescence due to the evolution of carbon dioxide, which turns lime water milky. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു റിയാക്ഷനാണ്. കാർബണേറ്റ് എടുക്കുക, കാർബണേറ്റ് സോൾട്ട് എടുത്ത് അത് ഡൈല്യൂട്ട് HCl-ലോട്ട് ആഡ് ചെയ്താൽ ഒരു ബ്രിസ്ക് എഫറവസൻസ് ഉണ്ടാകും, അല്ലേ? Brisk effervescence with the liberation of a colorless, odorless gas, turning lime water milky. അപ്പോൾ ആ സിമ്പിൾ റിയാക്ഷനാണ്. കാർബണേറ്റ് ഡൈല്യൂട്ട് ആസിഡിലെ H+ ആയിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എഫറവസൻസ് ആയിട്ട് പുറത്തേക്ക് വരും. ഈ ഗ്യാസിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. വാട്ട് ഈസ് ലൈം വാട്ടർ? കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ബെറിറ്റ വാട്ടർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് ബെറിറ്റ വാട്ടർ? ബേരിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചാലും ഇറ്റ് വിൽ ടേൺ മിൽക്കി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ബേരിയം കാർബണേറ്റ്. കാർബണേറ്റ് തിരിച്ചു വരികയാണ്, കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ബേരിയം കാർബണേറ്റ് ആയിട്ട് തിരിച്ചു വരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു മിൽക്കി അപ്പിയറൻസ് ഉണ്ടാകുന്നത്. റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിയാക്ഷൻസ് ഓഫ് കാർബണേറ്റിൻ്റെ ബേസിക് റിയാക്ഷൻ വിത്ത് ഡൈല്യൂട്ട് HCl. ഇത് കൂടാതെ വേറെ റിയാക്ഷൻസും ഉണ്ട്. ഇത് മാത്രമേ കാർബണേറ്റ്സ് തരുള്ളൂ? അല്ല, വേറെ റിയാക്ഷൻസും തരും. രണ്ടാമത്തെ റിയാക്ഷനാണ് ബേരിയം ക്ലോറൈഡ്. ഇത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനാണ്. ബേരിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം ഓർ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകും. ഏതെങ്കിലും ഒരു കാർബണേറ്റ് എടുത്ത് നമ്മൾ ബേരിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ബേരിയം കാർബണേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകും. ഓക്കെ, അത് ഒബ്വിയസ് ആണ്. ഒരു ബേരിയം അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ്സ് ഇൻസോലിബിൾ ആണ്. വേറെ ഏത് കാർബണേറ്റ് എടുത്ത് ഈ രണ്ട് കാറ്റയോൺസ് ഉള്ള സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താലും കാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ആകും. Only normal carbonates react. Bicarbonates do not. Hydrogen carbonates എന്ന് പറഞ്ഞാൽ bicarbonates ആണ്. Bicarbonates ഈ റിയാക്ഷൻസ് തരില്ല. The precipitate is soluble in mineral acids and carbonic acid. ഈ ഉണ്ടാകുന്ന പ്രസിപ്പിറ്റേറ്റ് നമ്മൾ അതിനകത്തോട്ട് ഏതെങ്കിലും ഒരു ആസിഡ്, ഡൈല്യൂട്ട് HCl, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആസിഡ് ആഡ് ചെയ്താൽ ഇറ്റ് വിൽ ഡിസോൾവ് വിത്ത് the evolution of carbon dioxide. ഓക്കെ, അപ്പോൾ ഇത് രണ്ടാമത്തെ റിയാക്ഷനാണ്, റിയാക്ഷൻ വിത്ത് ബേരിയം ക്ലോറൈഡ് ഓർ കാൽസ്യം ക്ലോറൈഡ്. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ ഈസ് റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമ്മുടെ കാർബണേറ്റ് സൊല്യൂഷൻ എടുക്കുക, സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്താൽ സിൽവർ കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ദിസ് പ്രസിപ്പിറ്റേറ്റ് ഇസ് സോലുബിൾ ഇൻ നൈട്രിക് ആസിഡ് ആൻഡ് ഇൻ അമോണിയ. ഇങ്ങനെ ഉണ്ടാകുന്ന സിൽവർ കാർബണേറ്റ് നൈട്രിക് ആസിഡിലാണ് സോലുബിൾ ആവുന്നത്. അതല്ലെങ്കിൽ പിന്നെ അമോണിയ വേണം. വാട്ട് ഈസ് അമോണിയ? കോൺസെൻട്രേറ്റഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ അമോണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക? സിൽവർ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അമോണിയ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതൊരു കോംപ്ലക്സ് ആയിട്ട് മാറും. ഒരു കോംപ്ലക്സ് ആനയോണായിട്ട് കാറ്റയോണായിട്ട് മാറും. ഡയമീൻ സിൽവർ അയോണായിട്ടാണ് മാറുന്നത്. The precipitate becomes yellow or brown upon addition of excess reagent owing to the formation of silver oxide. ഈ സിൽവർ കാർബണേറ്റ് എന്ന് പറയുന്ന സാധനം becomes yellow or brown upon addition of excess reagent. നമ്മുടെ ഈ റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ സിൽവർ നൈട്രേറ്റ് വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സിൽവർ കാർബണേറ്റ് യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ ആയിട്ട് മാറും. ബിക്കോസ് ഇത് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് ഡീകമ്പോസ് ചെയ്ത് സിൽവർ ഓക്സൈഡായിട്ട് മാറും.
The same will happen if the mixture is boiled. The same reaction ആണ് സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുക, കാർബണേറ്റിലോട്ട് സിൽവർ കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ആകും. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ഉണ്ടായതിന് ശേഷം വീണ്ടും നിങ്ങൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്താൽ എന്ത് പറ്റും? ആ സൊല്യൂഷൻ യെല്ലോ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആകും. ബിക്കോസ് സിൽവർ ഓക്സൈഡ് ആയിട്ട് സിൽവർ കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത അയോണിലോട്ട് വരാം. സൾഫൈഡ് S2- ഉള്ളതാണ് സൾഫൈഡ്. അപ്പോൾ അത് ഡൈല്യൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്ന അയോണാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ഓർ സൾഫ്യൂരിക് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഈസ് ഇവോൾവ് വിച്ച് മേ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ. അല്ലേ, ഹൈഡ്രജൻ സൾഫൈഡ് നിങ്ങൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. സ്മെൽ ഓഫ് റോട്ടൺ എഗ്സ് എന്ന് പറയില്ലേ. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ്, നമ്മുടെ സൾഫൈഡ് ഏതൊരു സൾഫൈഡ് എടുത്ത്, ലെഡ് സൾഫൈഡ് എടുക്കുകയെന്ന് വിചാരിക്കാം. ലെഡ് സൾഫൈഡ് എടുക്കുക, അതിനകത്തോട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഡൈല്യൂട്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രജൻ സൾഫൈഡ് ഇവോൾവ് ചെയ്യും, വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക് ഓർഡർ സ്മെൽ ഓഫ് റോട്ടൺ എഗ്സ് ആൻഡ് ബൈ ദ ബ്ലാക്കനിങ് ഓഫ് ഫിൽറ്റർ പേപ്പർ മോയ്സൻഡ് വിത്ത് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ. ഈ സൾഫൈഡ് ഗ്യാസ്, സൾഫൈഡ് ഡീകമ്പോസ് ചെയ്തുണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് നിങ്ങൾക്ക് മണം കൊണ്ട് മനസ്സിലാവാൻ പറ്റിയില്ലെങ്കിൽ ആ ഗ്യാസ് വരുന്ന ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് ഒരു ഫിൽറ്റർ പേപ്പർ ഡിപ്ഡ് ഇൻ ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുക. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, ബ്ലാക്ക് ആയിട്ട് മാറും ആ ഫിൽറ്റർ പേപ്പർ. ദിസ് ഇസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലെഡ് സൾഫൈഡ്. അപ്പോൾ റിയാക്ഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സൾഫൈഡ് ഡൈല്യൂട്ട് ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് മാറും. ഹൈഡ്രജൻ സൾഫൈഡ് ലെഡിൻ്റെ പ്രസൻസിൽ ലെഡ് സൾഫൈഡ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഫിൽറ്റർ പേപ്പർ ഡിപ്ഡ് ഇൻ ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ കാണിക്കുമ്പോൾ ബ്ലാക്ക് കളറായിട്ട് മാറുന്നത്. അടുത്ത റിയാക്ഷൻ സിൽവർ നൈട്രേറ്റ്. നമ്മുടെ കാർബണേറ്റ് കണ്ടതുപോലെ സൾഫൈഡും സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനായിട്ട് റിയാക്ട് ചെയ്യും. Black precipitate silver sulfide is formed, which is insoluble in cold but soluble in hot dilute nitric acid. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്യുമ്പം സിൽവർ സൾഫൈഡ് പ്രസിപ്പിറ്റേറ്റഡ് ആകും. ഈ സിൽവർ സൾഫൈഡിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഇൻസോലിബിൾ ഇൻ കോൾഡ്. തണുപ്പാണെങ്കിലേ തണുത്ത ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻസോലിബിൾ ആണ്, പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ ഡൈല്യൂട്ട് നൈട്രിക് ആസിഡ് ആഡ് ചെയ്തിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസോൾവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റിയാക്ഷൻ വിത്ത് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ. നമ്മൾ പറഞ്ഞു അസിഡിഫൈ ചെയ്തതിന് ശേഷം ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ കാണിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് വരുമെന്ന്. അതേ റിയാക്ഷനാണ്. വെറുതെ സൾഫൈഡ് എടുക്കുക, അതിനകത്തോട്ട് ലെഡ് അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്താൽ ബ്ലാക്ക് പ്രസിപ്പിറ്റേറ്റ് ഓഫ് ലെഡ് സൾഫൈഡ് ഈസ് ഫോംഡ്. ഇനി ബേരിയം ക്ലോറൈഡുമായിട്ട് സൾഫൈഡിന് റിയാക്ഷൻ ഒന്നുമില്ല. കാർബണേറ്റിൽ നമ്മൾ കണ്ടായിരുന്നു റിയാക്ഷൻ ഉണ്ടെന്ന്. പക്ഷേ ബേരിയം സൾഫൈഡ് എന്ന് പറഞ്ഞ സാധനം പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. നോ പ്രസിപ്പിറ്റേറ്റ് ഈസ് ഫോംഡ്. ഇനി ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ഉണ്ട് സൾഫൈഡിന് വിത്ത് സിൽവർ. ഓക്കെ, എന്താണ് സിൽവറുമായിട്ട് സൾഫൈഡിനുള്ള റിയാക്ഷൻ? When a solution of sulfide is brought into contact with a bright silver coin, a brown to black stain of silver sulfide is produced. The result is obtained more expeditiously by the addition of a few drops of dilute hydrochloric acid. The stain may be removed by rubbing the coin with moist lime. ഇത് നിങ്ങളിലെ പെൺകുട്ടികൾക്കെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ്. നിങ്ങൾ ലാബിൽ പാദസരമൊക്കെ വെള്ളി പാദസരമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകും. അതിൻ്റെ റീസണാണ് ഈ റിയാക്ഷൻ. എന്താണെന്ന് വെച്ചാൽ സൾഫൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൾഫൈഡ് സൊല്യൂഷൻ നമ്മുടെ ഒരു സിൽവറിനുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പം സിൽവർ സൾഫൈഡ് ഒരു ബ്ലാക്ക് സ്റ്റെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദ റിസൾട്ട് ഈസ് ഒബ്റ്റെയിൻ മോർ എക്സ്പീഡിയസ്ലി, സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡൈല്യൂട്ട് HCl കൂടി ആഡ് ചെയ്താൽ മതി. എന്താ കാര്യം? ഹൈഡ്രജൻ സൾഫൈഡ് ആണ് റീസൺ, ഇതിന് ബ്ലാക്ക് സ്റ്റെയിൻ ഉണ്ടാക്കാനുള്ള റീസൺ. ദ സ്റ്റെയിൻ മേ ബി റിമൂവ്ഡ് ബൈ റബ്ബിംഗ് ദ കോയിൻ വിത്ത് മോയ്സ്റ്റ് ലൈം. പക്ഷെ അത് പെർമനൻ്റ് അല്ല. മോയ്സ്റ്റ് ലൈം വെച്ചിട്ട് നമ്മൾ കാൽഷ്യം ഓക്സൈഡ് ഒന്ന് നനച്ചിട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ആ സ്റ്റെയിൻ പോകും. ഓക്കെ, സ്റ്റെയിൻ ഡിസോൾവ് ചെയ്ത് പോകും. അപ്പോൾ ദീസ് ആർ ദ റിയാക്ഷൻസ് ഓഫ് sulfide. Okay.